നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അവിയൽ വെക്കാനുള്ള ഒരു തത്രപ്പാടലാണ്. ഇന്ന് തരുണിമണികളൊക്കെ കുറച്ചുപേരും ഇവിടെ ഉണ്ട്. അതെ അതെ, അപ്പൊ അവരും കൂടെ കൂട്ടി ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ തുടങ്ങിയതാ. അവിയൽ കഴിക്കാറുണ്ടോ? എങ്ങനെ അരിയും കഷ്ണം? അപ്പൊ അവിയൽ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അറിഞ്ഞൂടെ അവിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മറ്റേ പച്ച കളറിലിരിക്കണല്ലേ? ആ ശരി. പച്ചക്കറി അരിയണം, വേവിക്കണം, എന്നിട്ട് അരപ്പുണ്ടാക്കണം, എന്നിട്ട് അത് മിക്സ് ചെയ്ത് അവിയൽ റെഡി. അവിയൽ ഉണ്ടാക്കാൻ അറിയില്ല കുട്ടിക്ക്. എന്തുണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞപ്പോ വളരെ സിമ്പിൾ റെസിപ്പി, ചിക്കൻ ബിരിയാണി അറിയാന്ന് പറഞ്ഞു. ഒരു സൂടെ ഉണ്ടാക്കി കാണിച്ചോട്ടാ. മാളൂന് എന്തറിയാ? ഫുഡ് കഴിക്കാൻ അറിയോ? കുക്ക് ചെയ്യാൻ അറിയോ? എന്ത് കുക്ക് ചെയ്യും? സോയ. ആ പിന്നെ ചില്ലി ചിക്കനാ? അടുപ്പ് എങ്ങനെ കത്തിക്കും? പൊന്നാ അടുപ്പല്ല, ഇൻഡക്ഷൻ കുക്കർ. മമ്മ അടുപ്പ് തൊടിക്കൂല. സീരിയസ്ലി അവിയലുണ്ടാക്കാൻ എന്താ? കഷ്ണം നുറുക്കുക, നിവേദ്യ പറഞ്ഞ മാതിരി വേവിക്കുക, അരപ്പുണ്ടാക്കുക, അല്ലേ? മിക്സ്ക. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിയലിന് കഷ്ണം നുറുക്കുമ്പോൾ എല്ലാ കഷ്ണവും ഒരേപോലെ ഇരിക്കും. അപ്പോഴാണ് കാണാനൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടം തുണ്ടം വെട്ടിയൊന്നും ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട്. ഇവരിവിടെ ഇരിക്കണ എന്താന്ന് വെച്ചാൽ നമുക്ക് 28-ാം തീയതി പറവൂര് ബോയ്സ് ഹൈസ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഓണം സെലിബ്രേഷൻ ആണ്. എറണാകുളം ജില്ലാ ടൂറിസത്തിന്റെ പറവൂർ മുനിസിപ്പാലിറ്റിയുടെയും കൂടെ സംയുക്തമായിട്ട് ഫോക്ലോർ അക്കാഡമിയും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഓണാഘോഷം. അപ്പൊ അതില് അമൃതവാണി നൃത്തകലാക്ഷേത്രത്തിന്റെ വക ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ഉണ്ട്, ഡ്രാമ. വയലാറിന്റെ രാവണപുത്രിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡാൻസ് ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് വന്ന തീരുമാനമായതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് പേരാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രാക്ടീസ് ടീച്ചർ അതിന്റെ മുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പ്രാക്ടീസിന്റെ ക്ഷീണത്തിനിടയ്ക്ക് സുമേച്ചിയോട് ഇത്തിരി ചായ വെക്കാൻ പറഞ്ഞിട്ട് സുമേച്ചി അവിടെ ചായ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ആ വർത്താനം പറഞ്ഞിരിക്കണതിന് ഇടയിൽ കൂടെ ഈ അവിയലിനുള്ള കഷ്ണവും കൂടെ അങ്ങോട്ട് നുറുക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാൻ പറഞ്ഞു. നിവേദ്യ പരിചയപ്പെടുത്തണ്ടേ? നിവേദ്യ ഇൻസ്റ്റാഗ്രാമില് വലിയ ഇൻഫ്ലുവൻസറാ അല്ലേ? മില്യൺ വ്യൂസ് ഒക്കെ ഉള്ള ആളാ. അതിന്റെ അഹങ്കാരം ഞങ്ങൾക്ക് ലെവലേശില്ല കേട്ടോ. നല്ലൊരു അഭിനേതാവാ. നമ്മള് ക്യാരക്ടറൊക്കെ കൊടുത്ത അടിപൊളിയാ. എന്ത് ക്യാരക്ടർ കൊടുത്താലും കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അടിപൊളിയായിരുന്നു. നന്നായി അഭിനയിക്കും. ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, ഞങ്ങക്ക് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണം അല്ലേ? എന്നാലേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിനെ നമ്മൾ ആദ്യമായിട്ടാണ് കളിപ്പിക്കാൻ പോണേ, സൂര്യ ചേച്ചി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോ പറയാല്ലേ എങ്ങനെ ഉണ്ടാവുമെന്ന്. അവരൊക്കെ പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, കുഞ്ഞുവാവ ഇരുന്നപ്പോ മുതൽ വന്നതാ. അപ്പൊ അതുകൊണ്ട് എല്ലാരും മിടുക്കി കുട്ടികളാണ്. പടപടേന്നാ. ഇപ്പൊ ഇന്നലെ തുടങ്ങിയുള്ളൂ പ്രാക്ടീസ്. ഇന്നിപ്പോ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. നാളെ ഒരു ടച്ചപ്പും കൂടെ നടത്തിയാൽ അല്ലേ എല്ലാം അടിപൊളിയാവും. അപ്പൊ ഞാനിത് അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണാട്ടോ ബാക്കി. എന്താ ഇനി പറയാ? റിവ്യൂ. കഴിഞ്ഞ ദിവസം ഒരു ഗ്ലാസ് കുടിച്ചോളൂ. ടീച്ചർ രണ്ടാമത് തന്നില്ല. പക്ഷെ ഒരു ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ് തന്നുള്ളൂ, പ്രാക്ടീസിന്റെ ഇടക്കായോണ്ട്. മറന്നുപോയി. പിന്നെ ഞാൻ അത് പ്രാക്ടീസ് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോഴും ഞാൻ അവർക്ക് അതിനിടയിൽ വേറെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് അതിന്റെ ടെൻഷന്റെ ഇടയിൽ ഈ കേസ് മറന്നുപോയി. അതിന്റെ ഇടയിൽ മറ്റവര് വന്നു, ദക്ഷിണ വെക്കണ ചടങ്ങും. അതിനിടയിൽ അത് മറന്നുപോയി. സാധാരണ ഇവിടെ പായസം വെച്ചാൽ ആവശ്യത്തിനാണ് എല്ലാരും കുടിക്കാറ്. പക്ഷെ ഇന്നലെ എനിക്കത് ശ്രദ്ധ എന്റെ മാറിപ്പോയത് കാരണം ഞാൻ കൊടുത്തത് മാറിപ്പോയി. അതുകൊണ്ട് കുറച്ച് അതവിടെയാണ്. സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ടീച്ചർ കാശ് കൊടുത്ത് പറയിപ്പിക്കണോടാ? ഇത് ജെന്യുവിൻ റിവ്യൂ ആണ്. അതെ, രാത്രി ഞാൻ കൊടുക്കാം കേട്ടോ. പാലടയില് അപ്പത്തേക്ക് അപ്പുറത്തുനിന്ന് പാലടയല്ലേട്ടാ, ഇത് മക്രോണിയാ. നിന്നോട് ആര് പറഞ്ഞു? നീ ചേച്ചി പറഞ്ഞത്. അയ്യോ വേഗം പോക്കോ, ചേട്ടന്റെ വായി കിടക്കണ ചീത്തയൊക്കെ കേക്കാം. ചേട്ടന് വേണമെങ്കിൽ ചായ കൊടുക്കാൻ വേണോ? അത്രയും കൊടുക്കണ്ടെന്നല്ലേ? അപ്പി തരിയിട്ട് കേട്ടോ. ദീപം എന്ന് പറയണ പോലെ ഉണ്ടല്ലോ. എന്റെ പിള്ളേർക്ക് ചായ കൊടുക്കൂ. ഇതില്ലെങ്കിൽ ചായ ഇഷ്ടല്ല. അതാരെ അല്ലേ? ഇതില്ല ചായ കുടിക്കൂല. കുടിക്കും. സൂര്യ പോയി, സൂര്യയുടെ ചേട്ടൻ വന്നു.
അപ്പൊ നമ്മുടെ മക്കളൊക്കെ പോയി, എല്ലാരും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ക്ഷീണിതരായി. അടുത്ത മഴയ്ക്ക് മുമ്പ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇത്ര നേരം ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് ക്ഷീണിച്ചു മോള്. അതെ, കണ്ണൻ നീലാംബരി പ്രശസ്ത ഗായകൻ അഭിനേതാവ് കം പിന്നെന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ, സ്വന്തമായി സ്ഥാപനമുള്ള ഒരു വലിയ മനുഷ്യൻ. ചെറിയ മലപ്പുറം നിവാസി. നാവാമുകുന്ദന്റെ അടുത്ത ആളാ. ഞാനേ ആദ്യം ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഒന്നും ഉറങ്ങിയില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ, വളരെ കുറച്ച്. ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. കറി ലീവ്സ്. ഇതിന് ശേഷം അവിടെ ഒരാൾ എന്തെങ്കിലും കൊണ്ടുവരണത്, അവിടെ ഇരിക്കുക മിഷൻ, അതവിടെ ഐശ്വര്യ ദേവത അവിടെ ഇരിക്കും. സുമേച്ചുള്ള വീഡിയോ ഒക്കെ 1 മില്യൺ വ്യൂസ്. ഒരു കഷ്ണം ചേന നുറുക്കിയിട്ടുണ്ടേ, വളരെ കുറച്ച്. ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുമ്പളങ്ങയാണ്, ക്യാരറ്റ്, മുരിങ്ങക്കായ, അച്ചിങ്ങ, പടവലങ്ങ. ഇവിടെ കായ ഒരു കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര കഷ്ണം ഞാൻ ചേർക്കണുള്ളൂ, വഴുതനങ്ങ ഒക്കെ ചേർക്കണവരുണ്ട്, ഞാൻ ഇത്രേ ചേർക്കാറുള്ളൂ. അപ്പൊ നമുക്കിനി കുമ്പളങ്ങ ചേർക്കണോ. ഇനി നമുക്കൊരു കുഞ്ഞു കഷ്ണം പടവലങ്ങ, അച്ചിങ്ങ ഒരു കുറച്ച്, ക്യാരറ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനതൊരു ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു വിശേഷം കൂടി, ഒരു ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നു. മകനോട് പ്രത്യേകം പറയാം, കണ്ണന്റെ മകൻ ഇഷാന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഇഷാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. മോനോട് പറഞ്ഞോളൂ. നിറയെ മിഠായിയും കശുവണ്ടിയും പരിപ്പും എല്ലാം കിട്ടുന്ന പരിപ്പ്, ഭർത്തൃ. ഇനി മുരിങ്ങക്കായ ചേർക്കാം, പിന്നെ കുറച്ച് നേന്ത്രക്കായ. അപ്പൊ മലയാളം അങ്കയുടെ സിമ്പിളായിട്ട് ചിറകുന്ന സുമ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അമ്മ പറയണ ചിലപ്പോൾ കേൾക്കില്ല എല്ലാവരും. അമ്മ രഹസ്യമായിട്ട് പറയും, ഞാൻ ഓർക്ക പറയും. ഇത്തിരി മഞ്ഞൾ, അങ്ങനെ പറയരുത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇപ്പൊ പറയും കമൻ്റായിട്ട് മോൾക്ക് ബുദ്ധിയുണ്ടെന്ന്. ഇപ്പൊ എല്ലാം ഇതിൽ ചേർന്നുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം എന്ന് പറയുന്ന സാധനം നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. വെള്ളം ചേർക്കണ്ട, അതിൽ സിമ്മിലിട്ടിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. പാറു, ആ ഇളക്കണതിൻ്റെ ഇടയിൽ ഇത്തിരി നേരം ഇത് ഇളക്ക്, പാറുവിന് പണി കൊടുക്കാം. ആ സിന്ധു പറഞ്ഞത് അതിമനോഹരമായിരുന്നു നേരത്തെ പാടിയപ്പോൾ. ആ പാട്ടൊന്ന് പാടി. ഏത് സിന്ധു? നേരത്തെ പാടിയത് ഓണത്തിൻ്റെ തൃക്കാക്കരയാണെന്ന് പറഞ്ഞ് തുടങ്ങിയില്ലേ? അപ്പൊ ഒരു ഫ്ലോയിൽ വന്നു. അത് ഇനി അത് ആരും കാണൂല, നീ ഇവിടെ ഇരുന്ന് പാടിയാൽ മതി. ഇളക്കല അവളെ ഇളക്കിക്കോളൂ. അയ്യേ, എനിക്ക് നാളാവും പാടാ. എനിക്കറിയില്ലേ. ഓണത്തിന്റെ സ്പെഷ്യൽ പാട്ട്, പണ്ടത്തെ ഓർമ്മകൾ വിരിയുന്ന ഒരു പാട്ട് പാടിയ പാറു. നന്നായി പാടുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് ഒട്ടുപാട്ട് വരില്ല. അതെല്ലാം നോക്കണ്ട, ക്യാമറ. എനിക്ക് നാണാവും. തൃക്കാക്കര തൃക്കാക്കര ഒന്നുമില്ല. അത് എന്തെന്നായിരുന്നു തൃക്കാക്കര? തൃക്കാക്കരപ്പനെ മുറ്റത്ത് വെച്ചു, പാടാണ്. ചുറ്റിലും പൂ കൊണ്ട് കളം. വേണ്ട വേണ്ട, അതെനിക്കറിയാം. കളവിടാൻ പാടു. അറിഞ്ഞൂടാ കണ്ടേട്ടാ. എങ്ങനെയാണ്? ഞാൻ മറന്നുപോയി. അതെ, കുറച്ചു മുമ്പ് വരെ ദുഷ്ടന്ന് വിളിച്ചു. എന്താ പിന്നെ നിങ്ങളെ വിളിക്കുക? എന്നെ വിളിച്ചില്ല, ചുമ്മാ ഞാൻ എന്റെ വായോട് പറയാം. എന്റെ നിങ്ങൾ കേൾക്കാറില്ല. ഞങ്ങള് റൂമിൽ കയറിയ കണ്ണേട്ടാ പാറു ഇങ്ങനെ വിളിക്കുള്ളൂ. അന്തരി ഞങ്ങൾക്ക് റൊമാൻസ് ഉണ്ടായിക്കോളൂ. പാടേ, അത് നന്നായി പാടിയോന്നാണ് ഞാൻ പാടുന്നത്. പാടിയത് ആ കണ്ണാ കേട്ടോളൂ. ഓക്കെ. അയ്യ കൊള്ളൂല, അതെ. ഒന്നല്ലെങ്കിൽ പിസ്തയും മേടിച്ചതെന്നാണ്. പിസ്തയും നമ്മുടെ അനിയൻ കുട്ടിയല്ലേ?
ഇഷ്ടമുള്ള കുട്ടിയാണ്. പിസ്ത. ആ പാട്. ഓർമ്മ ഞാൻ പാടിക്കൊള്ളൂല. പാടണ്ട, നീ ഇപ്പൊ നേരത്തെ പഴുത് പാടിയായി. എന്റെ പാടല്ലേ? അയ്യേ പാടിക്കോ. തൃക്കാക്കരപ്പനെ മുറ്റത്തു വച്ചു, ചുറ്റിലും പൂകൊണ്ട് കളമിട്ടു, പൂവട നേദിച്ചു, പൂക്കുട ചൂടിച്ചു, പൂത്തിരുവോണം ഘോഷിച്ചു, നിങ്ങൾ പൊന്നൂഞ്ഞാലാടി സന്തോഷിച്ചു. പൂവിളി കേൾക്കുന്നു മലയാള മംഗയ്ക്ക്, നവവേറ് പാടാൻ വരുന്നു ഞാൻ, ഇടനെഞ്ചിൽ പുള്ളോർ കുടവുമായി മാവേലി ഇതിലെ എഴുന്നള്ളുന്നു, പൂവിളി കേൾക്കുന്നു. സൂപ്പർ. പാറു ആണ് എന്റെ പാറു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ കേൾക്കാൻ എന്നെ കൊണ്ട് പാടിക്കാൻ പാടില്ല. ആരും കേട്ടില്ല. ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ആ മോളെ പ്രോത്സാഹിപ്പിക്കണില്ലാന്ന്. മോള് നന്നായി പാടുന്ന കുട്ടിയാണ്. കണ്ണൻ എന്തുകൊണ്ട് മകൾക്ക് ചാൻസ് കൊടുക്കുന്നില്ല, ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്ന് എന്നെയാണ് ഇത് പറയണേ. സത്യമായിട്ടും പല കമന്റിലും ഞാൻ കണ്ടിട്ടുണ്ട്, മകളെ പാടിക്കണില്ല എന്ന്. എന്റെ മോനൊരു പാട്ട് പാടി, ആകാശാഞ്ജലി ചക്കരമാൻ. ഇതെന്തീ കാണുന്നത്? ഇവിടെ അത്തപ്പൂക്കൾ ഇവിടെ ഇട്ടോ. പൂക്കളിട്ട് പോയതാ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നാളികേരവും ജീരകവും പച്ചമുളക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആവശ്യത്തിന് പച്ചമുളക് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുണ്ട്. നാളികേരവും ജീരകവും കൂടെ ഒന്നിങ്ങനെ ചതച്ചെടുക്കണം. പൊതുവേ വിശേഷ ദിവസങ്ങളിൽ അയ്യേ, അപ്പൊ ഇത് വേണ സമയം കൊണ്ട് നാളികേരവും ജീരകവും കൂടെ ഒന്ന് കൃക്കൃന്നാക്കാട്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ കഷ്ണമൊക്കെ വെന്തു, നാളികേരം അരച്ചത് ചേർക്കാം. കണ്ണൻ നീലാംബരി എടുത്ത ഫോട്ടോയാണ് ഇപ്പൊ ഞാനും ഇതും ആകാശം കൂടി ഇരിക്കണതേ. സൂപ്പർ കണ്ണൻ, താങ്ക് യു സൂപ്പർ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അവിയൽ. അതിന്റെ വാസന ഇവിടെ എല്ലാ പറവൂര് മുഴുവൻ മുഴങ്ങും. നാളികേരം ഒന്ന് പച്ചവാസന പോണ വരെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാം ഓഫ് ചെയ്തു. ഇനി കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി പുളിയാണ് ചേർക്കണമെങ്കിൽ നാളികേരം ചേർക്കണതിന് മുന്നേ പുളി ചേർക്കാം. മാങ്ങയാണെങ്കിൽ നാളികേരം ചേർക്കണതിന് മുമ്പ് ചേർക്കാം. അപ്പോഴും ബാക്കി വെച്ചു. അത് മുഴുവൻ ചേർത്താൽ എന്താ കുഴപ്പം? ഞാൻ മോര് കൂട്ടാനല്ലല്ലോ വെക്കണത്, അവിയലല്ലേ വെക്കണത്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ തയ്യാറാണെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. അതെ, അതൊക്കെ ആകാശം അറിയോ? ഷെഫ് നളം പറയണല്ല, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. സുമേച്ചേ, ആ കൊതുകുതിരി ഇങ്ങോട്ട് കത്തിച്ചോണ്ട് വരാ. ആ അല്ലെ കണ്ണ ഞാൻ കൊതുകെടുത്തുള്ളൂ. അതെ. അയ്യോ, അത്ര ശക്തിയുള്ള കൊതുകോ? അതല്ല പച്ച മലയാളത്തിൽ ചോദിച്ചത്, തൈര് മൊത്തം ചേർക്കണില്ലേന്ന്. അത് മൊത്തത്തിന്റെ ആവശ്യമില്ല കുട്ടി, ഞാൻ എപ്പോഴും മൊത്തം ചേർത്തിട്ടില്ല. പ്രകൃതി രമണീയമായ കാലാവസ്ഥ സായം സന്ധ്യയിൽ അവിയൽ വെന്തുകൊണ്ടിരിക്കുന്നു. അവതരണം അമൃതവാണി സീമ കണ്ണൻ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തിരുമ്മിയിട്ട് സുമേച്ചയുടെ വക കൊതുകുതിരി അവിടെ കുത്തിക്കൊള്ളും. ഇവിടെ ഇങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്താ സൂപ്പർ അവിയൽ. ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു സ്വാദ്. ഒന്നടച്ചിരിക്കട്ടെ. പാത്രച്ചൂട് എന്ന് പറയുന്ന സാധനമല്ലേ, അതൊരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ അതെല്ലാം കറക്റ്റാവും. പിന്നെ ഉരുളി ആയതുകൊണ്ട് ഉടനെ നമ്മൾ പകർത്തണം, ഉരുളിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണദിന ആശംസകൾ. ലവ് യു ആൾ. പാചക കലാകാര്യം എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചങ്ങേ പൊരിക്കും നമ്മൾ പൊരിക്കും. സുമേജ് പറഞ്ഞു എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി എന്ത് വേണം നിങ്ങൾക്ക്?